എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. റാന്നിക്ക് സമീപം കണ്ടംപേരൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം പോയാൽ കരിയംപ്ലാവ് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ വലിയ കൺവെൻഷൻ നടക്കും. ജനുവരി മാസത്തിൽ ആയിരങ്ങൾ കടന്നു വരുന്ന ആ കൺവെൻഷനിൽ ഒരിക്കൽ ഞാൻ സംബന്ധിക്കാനിടയായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ്. എല്ലാ വർഷവും ഈ കൺവെൻഷൻ നടത്തുന്നത് വേൾഡ് മിഷണറി ഇവാഞ്ചലിസം ചർച്ച് ഓഫ് ഗോഡ് എന്ന ആഗോള സംഘടനയുടെ കേരളത്തിലെ ആസ്ഥാനത്താണ്. ആ ആസ്ഥാനമാണ് കരിയംപ്ലാവ്. ഈ സംഘടന ഒരു ആഗോള സംഘടനയാണ്. 1940 ഡോക്ടർ ജോൺ ഡഗ്ലസ് സീനിയർ ഈ സഭ ആരംഭിക്കുന്നത്. 1947 ഷാരോൻ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ PJ തോമസും ഇന്ത്യ സ്വതന്ത്ര ദൈവസഭാ പ്രസിഡൻ്റായിരുന്ന പാസ്റ്റർ CS മാത്യുവും ചേർന്ന് ഇദ്ദേഹത്തെ കേരളത്തിലെ വിവിധ കൺവെൻഷനുകളിൽ പ്രസംഗിക്കാനായി ഈ ജോൺ ഡഗ്ലസിനെ വിളിക്കുകയും അദ്ദേഹം കേരളത്തിൽ കടന്നു വരികയും ഇവിടുത്തെ വിവിധ മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കുകയും ചെയ്തു. അങ്ങനെ പാസ്റ്റർ CS മാത്യുവുമായും പാസ്റ്റർ PJ തോമസുമായും ഒരു ആത്മീയ ബന്ധം ഉടലെടുക്കുകയും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തെ പ്രസംഗിക്കാനായി കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കെ പാസ്റ്റർ CS മാത്യുവുമായി ഒരു ആത്മീയമായ ഒരു കൂട്ടായ്മ ആവശ്യമാണെന്ന് അവർക്ക് തോന്നിയതിൻ്റെ ഫലമായി വേൾഡ് മിഷണറി ഇവാഞ്ചലിസം ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനം ഇന്ത്യയിൽ ഹൈദരാബാദിൽ രജിസ്റ്റർ ചെയ്യുകയും അങ്ങനെ ആ സഭ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. കേരളത്തിൽ പാസ്റ്റർ CS മാത്യു ആയിരുന്നു ഇതിൻ്റെ ചുമതലക്കാരൻ. ഈ സഭയ്ക്ക് ബൈബിൾ സ്കൂളുകൾ, അനാഥശാലകൾ, 100 കണക്കിന് സഭകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെ ഇന്ന് എല്ലാ രീതിയിലും ഈ സഭ അനുഗ്രഹകരമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് ഇതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നത് പാസ്റ്റർ OM രാജകുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഏകദേശം 30ഓളം വർഷമായി ഈ സഭയ്ക്ക് അനുഗ്രഹമായി തീരുന്നു എന്നറിയാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം. പാസ്റ്റർ CS മാത്യു എന്ന മനുഷ്യൻ ഈ സഭയുടെ നെടുനായകത്വം വഹിക്കുമ്പോൾ അതിനു മുമ്പ് അദ്ദേഹത്തെക്കുറിച്ചൊരു വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പാസ്റ്റർ CS മാത്യു അനുഗ്രഹീതനായ ഗാനരചയിതാവ്. കേരള ക്രൈസ്തവ ഗാനശാഖയ്ക്ക് 200ഓളം ഗാനങ്ങൾ അദ്ദേഹം സംഭാവന നൽകിയിട്ടുണ്ട്. ഏറ്റവും മികച്ച ഗാനങ്ങളായി ലക്ഷക്കണക്കിന് ക്രൈസ്തവരെ ആശ്വാസത്തിലൂടെയും ആത്മീയതയുടെ ഉന്നതിയിലേക്ക് വഴി നടത്തിയ ഗാനങ്ങളാണവയെല്ലാം. എൻ പ്രിയനെപ്പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ, വളരെ മനോഹരമായ ഗാനമാണ്. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശാ ഗാനമാണ്. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ, കർത്താവിൻ കാഹളം ധ്വനിക്കാറായി, പ്രതിദിനമൻ ഭാരങ്ങളെല്ലാം, കൊടിയ കാറ്റടിക്കണമേ ആത്മാ, യേശുരാജൻ വേഗം വാനിൽ വന്നിടും, പാപനിവാരണനെ എൻ പാപഭാരങ്ങൾ അകറ്റിയോനെ, എൻ വീണ്ടെടുപ്പ് നാളേറ്റം അടുത്തുപോയി തുടങ്ങി അനുഗ്രഹീതമായ 200ഓളം ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിക്ക് നൽകിയ മഹാനായ പാസ്റ്റർ CS മാത്യു. 50 വർഷത്തിലധികം അദ്ദേഹം കേരള ക്രൈസ്തവരുടെ ഇടയിൽ ശോഭയോടെ പ്രവർത്തിച്ചു. പാസ്റ്റർ CS മാത്യുവിൻ്റെ 11 മക്കളിൽ 8 പേർ വിവിധ രോഗങ്ങളാൽ മരണമടഞ്ഞു. 3 പേർ മാത്രമായി. ആ വേദനയിൽ ഒരു ഓർഫനേജ് തുടങ്ങി. അനാഥരായ കുഞ്ഞുങ്ങൾക്ക് ഒരു ജീവിതം നൽകണമെന്ന അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചു. അങ്ങനെ അനാഥ മന്ദിരം തുടങ്ങി. 20ഓളം വിദേശ രാജ്യങ്ങളിൽ സുവിശേഷവുമായി കടന്നു ചെല്ലുകയും അതിലൂടെ ലഭിച്ച നന്മകൾ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തു. ഉണർവ് പ്രസംഗകനായിരുന്ന പാസ്റ്റർ CS മാത്യു താൻ സ്വയം രചിച്ച ഗാനങ്ങൾ സുവിശേഷ യോഗങ്ങൾക്കിടയിൽ ആലപിച്ചിരുന്നു. അദ്ദേഹം രചിച്ച ഓരോ ഗാനവും മലയാളക്കരയിലെ ക്രൈസ്തവരെ ആത്മീയ സന്തോഷത്തിൽ ആറാടിച്ചുകൊണ്ടിരിക്കുന്നു. അനേകർ മാനസാന്തരപ്പെടുന്നതിനും രോഗികൾ സൗഖ്യമാകുന്നതിനും തൻ്റെ സുവിശേഷ യോഗങ്ങളിലൂടെ കഴിഞ്ഞിരുന്നു. പാസ്റ്റർ CS മാത്യുവിന് ഓർഡിനേഷൻ നൽകിയത് പാസ്റ്റർ KE എബ്രഹാം ആയിരുന്നു. 1985 അദ്ദേഹം ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ
ഇന്നും ആയിരങ്ങൾക്ക് ആശ്വാസം പകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. പാസ്റ്റർ C.S. മാത്യു 1915 ജനിച്ചത്. അയിരൂർ ചെരിവുകാലായിൽ ശാമുവേലിൻ്റെയും സാറാമ്മയുടെയും മകനായി ജനിച്ച അദ്ദേഹം 1936 രക്ഷാനിർണയം പ്രാപിക്കുന്നത്. അദ്ദേഹം ഒരു ബ്രദറൻ സഭാ പ്രവർത്തകനായിട്ടാണ് സുവിശേഷ രംഗത്ത് വരുന്നതെങ്കിലും 1938-39 കാലത്ത് കോട്ടയം ചെമ്മരിപ്പള്ളിയിലുള്ള ബൈബിൾ സ്കൂളിൽ വെച്ച് വേദപഠനം നടത്തുവാൻ അദ്ദേഹത്തിന് 1946 അദ്ദേഹം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അദ്ദേഹം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ ബ്രദറൻ സഭയിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം അദ്ദേഹം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണർവ് യോഗങ്ങൾ നടത്തി. 1947 ഡോക്ടർ ജോൺ ഡഗ്ലസിനെ പാസ്റ്റർ P.J. തോമസും പാസ്റ്റർ C.S. മാത്യു ക്ഷണിക്കുന്നത്. ഇവിടുത്തെ യോഗങ്ങൾ നടത്താൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കും. ഇന്നത്തെ ഓവർസിയറായിരിക്കുന്ന പാസ്റ്റർ O.M. രാജിക്കുട്ടി വളരെ വിദ്യാസമ്പന്നനും അനുഗ്രഹീതനായ ഒരു കൺവെൻഷൻ പ്രസംഗനുമൊക്കെയാണ്. അദ്ദേഹം പണ്ട് റേഡിയോ പ്രോഗ്രാമുകൾ ചെയ്യുമായിരുന്നു. യുഗാന്ത്യനാഥം എന്നായിരുന്നു ആ മീറ്റിങ്ങുകളുടെ പേര്. ഇന്നത്തെ കാലത്തെ ക്രൈസ്തവ ഭവനങ്ങളിൽ റേഡിയോ ആയിരുന്നു പ്രധാന വാർത്താ മാധ്യമം. അതിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ ആൾക്കാർക്ക് വളരെ താല്പര്യമായിരുന്നു. അങ്ങനെ പാസ്റ്റർ O.M. രാജിക്കുട്ടി വിവാഹം കഴിച്ചിരിക്കുന്നത് പാസ്റ്റർ C.S. മാത്യു എന്ന WME കേരളത്തിലെ സ്ഥാപകനായ പാസ്റ്റർ C.S. മാത്യുവിൻ്റെ മകളെയാണ്, സൂസൻ രാജിക്കുട്ടി. അത് 1979 ആ വിവാഹം. അതിനുശേഷം അദ്ദേഹം 1981 പാസ്റ്റർ O.M. രാജിക്കുട്ടിക്ക് ഓർഡിനേഷൻ ലഭിക്കുന്നത്. 1985 പാസ്റ്റർ C.S. മാത്യുവിൻ്റെ നിര്യാണത്തോടെ തുടർന്ന് അദ്ദേഹം ഓവർസിയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സഭ അനുഗ്രഹീതമായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ തരമില്ല. കരിയംപ്ലാവിൽ ഒരു അനാഥ മന്ദിരം ഉണ്ടായിരുന്നു. അത് 1961 ആരംഭിച്ചതാണ്. അവിടെ ഒരു ബൈബിൾ സ്കൂളുണ്ട്. അത് 1951 ആരംഭിച്ച ബൈബിൾ സ്കൂളാണ്. അങ്ങനെ അനുഗ്രഹീതമായ രീതിയിൽ ഈ സഭ ഇത്രത്തോളം നാളുകൾ കേരളത്തിൽ പൊതുജന മധ്യേ നിൽക്കുവാൻ ദൈവം സഹായിച്ചു. തുടർന്നും ഈ സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ എന്ന് മനസ്സാൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു.